Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിൽ മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യവും ചെവിക്കൊള്ളാതെ നഗരസഭാ അധികൃതർ. യാത്രക്കാർക്കും സമീപവാസികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറുകയാണ് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിലെ 3-ാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശം. മിക്കവാറും മരങ്ങളുടെ അടിഭാഗം മണ്ണില്ലാത്ത അവസ്ഥയിലാണ്. ശിഖരങ്ങളാകട്ടെ റോഡിലേക്ക് ചാഞ്ഞ ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന അവസ്ഥയിലും. KSEBയുടെ ലൈൻ കടന്നുപോകുന്നതിനാൽ KSEB അധികൃതരെയും നഗരസഭയെയും പല ആവർത്തി വിവരമറിയിച്ചെങ്കിലും നാട്ടുകാരുടെ ആവശ്യത്തിന് പുല്ലുവില പോലും കൽപ്പിക്കാൻ ഇരുവിഭാഗവും തയ്യാറായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലാണ് റോഡ് എന്നതുകൊണ്ട് തന്നെ അവരെയും പല ആവർത്തി അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഇതുവരെ തയ്യാറായിട്ടില്ലെന്നത് ഒരു പ്രദേശത്തോടുള്ള വെല്ലുവിളിയാണെന്ന് വാർഡ് കൗൺസിലർ ലത ACVയോട് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിലെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റൂട്ടുള്ള സ്ഥലത്ത് 3-ാം വാർഡിലെ കുറച്ച് മരങ്ങൾ റോഡരികിൽ വെച്ചതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രാവശ്യം വരോട്ട ജനപ്രതിനിധികൾ, അതായത് ലത, നാസർ, സുരേഷ് കുമാർ, അതായത് 3-ാം വാർഡിലെ കൗൺസിലറാണ് സുരേഷ് കുമാർ, നിരവധി പ്രാവശ്യം മേലുദ്യോഗസ്ഥരോട് ഇതിൻ്റെ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും ഇതിനൊരു കാര്യം തീരുമാനമായിട്ടില്ല. ഞങ്ങൾ KSEBക്കാരെ അറിയിച്ചാൽ പറയും KSEB അല്ല ഇത് വെട്ടേണ്ടത്, മുനിസിപ്പാലിറ്റിയാണ് പറയും. മുനിസിപ്പാലിറ്റിക്കാരെ പറഞ്ഞാൽ പറയും ഇത് PWD റോഡാണ്, അവർക്ക് പറ്റില്ല പറയും. ഇത് എന്നിട്ട് കിഫ്ബി ഏറ്റെടുത്ത റോഡാണ് നമ്മുടെ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ്. അവരോട് പറഞ്ഞു നോക്കി, നിരവധി പ്രാവശ്യം പറഞ്ഞു നോക്കിയപ്പോഴും അവരാരും ഇതുവരെ ഈ സ്ഥലം സന്ദർശിക്കുകയോ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തായെന്നോ മനസ്സിലാക്കാൻ ഇന്നുവരെ ഒരു ഉദ്യോഗസ്ഥരും വന്നിട്ടില്ല. ദുരന്തം സംഭവിച്ച ശേഷം ഓടിയെത്തുന്നതിനേക്കാൾ നല്ലത് ദുരന്തങ്ങൾ വരാതെ നോക്കുകയാണെന്ന് നാട്ടുകാരും അഭിപ്രായപ്പെടുന്നു. ഞങ്ങൾ ഏത് സമയം ഇതിലെ പോകുന്നതാണ്. ഇത് മുക്കാൽ ഭാഗവും പോയി നിൽക്കുക, ഇനി കാൽ ഭാഗവും ആ മരത്തേലുള്ളൂ. അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പണി തീർന്നു. അതുപോലെ ലൈൻ മൊത്തം ഈ പോസ്റ്റ് എല്ലാം 3-4 ഒടിയും. അതുപോലെ റോഡിൽ കൂടെ പിന്നെ ഈ വണ്ടി തേരാപ്പാരെ പോകുന്ന വണ്ടിക്കും ഭയങ്കര അപകടം, ആൾക്കാർക്കും അപകടമാണ്. ഏറ്റവും അപകടം പിടിച്ച സാധനമായത് കുറേ നാളായി പറയാൻ തുടങ്ങിയിട്ട്. ഇലക്ട്രിസിറ്റിയിലും പറയാൻ തുടങ്ങി, PWDയിലും പറയാൻ തുടങ്ങി, ഇതുവരെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഈ മരം നല്ലൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. പിന്നെ അത് വീഴണം. മെഞ്ഞാന്ന് ഒരു കഷ്ണം പൊട്ടി വീണു. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല, വണ്ടികളും ആ സമയത്തില്ല. ഇനിയിപ്പോൾ മരം നല്ല കാറ്റ് വന്നതിനെങ്കിൽ ഇലക്ട്രിസിറ്റിൻ്റെ ലൈനിൻ്റെ മുകളിലൊക്കെ വീഴുക. എപ്പോഴാണ് വീഴാമെന്നും അറിയില്ല. അതുകൊണ്ട് അതൊന്ന് വേഗം വെട്ടിത്തരണമെന്ന് പറയാം. മഴക്കാലത്തിന് മുന്നോടിയായി അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ നിർദ്ദേശമുണ്ടെങ്കിലും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന നിലപാടാണ് നഗരസഭാ അധികൃതരുടേത്. ഇരുവിഭാഗവും PWDയുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. കിഫ്ബി ഏറ്റെടുത്ത റോഡാണിത്. മരം തങ്ങളോട് മുറിച്ചുമാറ്റിക്കൊള്ളാൻ നഗരസഭ പറഞ്ഞെങ്കിലും ചിലവ് വരുന്ന 10,000-ഓളം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യത്തിന് നഗരസഭയ്ക്ക് മറുപടിയില്ല. ഇന്ന് രാവിലെ അടക്കം ഞാൻ ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് വെട്ടിച്ചോളിൻ എന്നാണ് അവർ പറഞ്ഞ വാക്ക്. ഈ നാട്ടുകാരെ കൊണ്ട് വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ 10,000 രൂപയോളം ചിലവ് വരുന്ന കാര്യങ്ങൾ ആരെടുത്ത് ചെയ്യും? ജനപ്രതിനിധികളുടെ അടുത്തില്ല, നാട്ടുകാരുടെ അടുത്തും ഇല്ല. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം നേരത്തെ നോക്കിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് ഒരു വലിയൊരു മരം നടു റോഡിൽ വീണ്. ആളപായമില്ലാതിരുന്നത് ആരുടെയോ ഭാഗ്യം കൊണ്ട് ഇല്ലാതിരുന്നു. നിരവധി വാഹനങ്ങൾ ഓടുന്ന റോഡാണ് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡ്. ഇപ്പോൾ ഇവിടെ അടിയൊന്നുമില്ലാതെ ദ്രവിച്ചുകൊണ്ടാണ് ഒരു മരം നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള മരങ്ങൾ ഞങ്ങൾക്ക് ആർക്കും വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഉപകാരമല്ലാത്ത മരങ്ങൾ വെട്ടിമാറ്റുവാൻ അത് വേണ്ട അധികൃതർ ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത്.